ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഞാനും അമ്മാമ്മയും കൂടിയാണ് വന്നേക്കുന്നത്. ഇതെൻ്റെ അമ്മാമ്മയാണ് കേട്ടോ, അമ്മയുടെ അമ്മ. ആൾക്കൊരു 89 വയസ്സിൻ്റെ അടുത്തുണ്ട്. ആളപ്പം ഇവിടെ ഇരുന്നിട്ടതാ നമ്മുടെ അരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിന്ന് പുളിശ്ശേരി മാങ്ങക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, അത് ഉണ്ടാക്കാനായിട്ട് സവാളയും പച്ചമുളകൊക്കെ അരിയാൻ കേട്ടോ. നല്ല സ്ഥലമാണെന്ന് അരിയാനായിട്ട്. ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തതിൻ്റെ ജോലി എന്ന് പറയുന്നത് അരിയലാണ്. ആളിങ്ങനെ ഇരുന്ന് അരിയും, ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ അരിയാനൊക്കെ സഹായിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അമ്മാമേ, നമുക്കപ്പം ഇന്ന് മാമ്പഴക്കറി ഉണ്ടാക്കിയാലോ? അമ്മാമ്മ ഉണ്ടാക്കാം. ഇന്ന് ഇങ്ങനത്തെ അമ്മാമ്മമാരുണ്ടാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതേപോലെ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് മേക്കാമൂതിരൊക്കെ ഇട്ടേക്കണ അമ്മാമ്മമാര് എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയോട് പറയാറുണ്ട്, അമ്മാമ്മ ഇനിയിപ്പൊ ചട്ടയും മുണ്ടൊക്കെ എടുത്ത് പതിയിരുന്നോളെ. അപ്പൊ ഇതാണ് അമ്മാമ്മ. പല്ലൊന്നുമില്ല ആള്. ഇപ്പം എന്താണ്, 1 വയസ്സ് തികഞ്ഞിട്ടില്ല, പല്ല് വന്നിട്ടില്ല ആൾക്ക് ഇതുവരെ. അപ്പൊ നമ്മള് രണ്ടുപേരും കൂടി ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതാ അമ്മിച്ചി ഇവിടെ മാങ്ങയൊക്കെ എടുത്ത് നന്നാക്കി എടുക്കണ്ട. അമ്മിച്ചി ഇത് ഏതാ മാങ്ങമ്മേ? അത് കടയിൽ നിന്ന് മേടിക്കണ മാങ്ങ കേട്ടോ, കറി വെക്കണ മാങ്ങ, കുഞ്ഞു മാങ്ങ. അപ്പൊ ഇതിന്റെ തൊലി ഇതാ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ. നമ്മള് ചീകയല്ല കളയുന്നത്, തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാണ്ട ചെയ്യണത്. അപ്പോൾ 1 കിലോ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ദാ ഇവിടെ ഒരു 2 ചെറിയ സവാളയും ഒരു 3-4 പച്ചമുളകും ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ദാ കുറച്ച് ഒരു 2 തേങ്ങ ഉണ്ടാവും കേട്ടോ, അത് ചിരകി വെച്ചിട്ടുണ്ട്. അന്നാത്തോട്ട് നമുക്കിതാ ഒരു 1/2 കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി പോയിട്ട് നമ്മുടെ വേപ്പിലെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വേപ്പുമേന്ന് ഞാൻ ഒരു തണ്ട് വേപ്പിലെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലേക്ക് കാണുന്നത്. അവിടെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഫ്രഷ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ. ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 തണ്ട് വേപ്പില കഴുകി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയും ആഡ് ചെയ്യുക. അതിലോട്ട് ഇപ്പം കുറച്ച് തേങ്ങ ഇടുമല്ലോ അമ്മേ. കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങ ഇട്ടിട്ട് ഇപ്പം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കും കേട്ടോ. നിങ്ങൾ മറ്റേ ചക്കക്കുരുവും ചെമ്മീനൊക്കെ കൂടിയുള്ള കറിയിലും കണ്ടില്ല, അതേപോലെ തന്നെ സ്റ്റേജാണ്. ആദ്യം കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കും നമ്മുടെ ചാറിന് കൊഴുപ്പ് കിട്ടാനായിട്ട്. അതിന് ശേഷമാണ് പിന്നെ തേങ്ങ നന്നായിട്ട് പാലാക്കി ഒഴിക്കുള്ളൂ. എല്ലാ തേങ്ങയും കൂടി അങ്ങനെ അരച്ചെടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ തേങ്ങ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ള എല്ലാ തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ, അരച്ച് പിഴിഞ്ഞെടുക്കണം. നമ്മൾ മൊത്തത്തിൽ 2 തേങ്ങ എടുത്തായിരുന്നു കേട്ടോ, അരയ്ക്കാനും പിഴിയാനൊക്കെ ആയിട്ട്. അതിനകത്തുനിന്ന് തേങ്ങ ചിരകി വെച്ചതിൽ നിന്ന് ഒരു 2 പിടി തേങ്ങയിൽ ഒരു വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് അരച്ച് വെച്ചതാണിത്, നന്നായിട്ട് അരച്ചതാണിത്. പിന്നെ അതിലോട്ട് നമ്മൾ ബാക്കിയുണ്ടായ തേങ്ങ ചേർത്തിട്ട് ഇനി അമ്മിച്ച് ഇത് അരച്ച് പാലാണ് എടുക്കുന്നത്. ചിലവർ ഇങ്ങനെ അരച്ച് മാത്രമേ ഇടുള്ളൂ, പക്ഷെ ഇവിടെ അമ്മിച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. ഇനി അരച്ച് പാലെടുത്തിട്ട് ആ പാല് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഇത് രണ്ടും കൂടി ഇടും. നമ്മൾ മറ്റേ ചക്കക്കുരും ചെമ്മീൻ്റെയും കറിയിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കപ്പോൾ തേങ്ങ നമുക്ക് പിഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കാം കേട്ടോ. അരച്ചതും 1-ാം പാലും കൂടി ഒരുമിച്ച് ചേർക്കും. പിന്നെ നമ്മൾ 2-ാം പാല് പിഴിയണത് ഒഴിച്ചിട്ട് നമ്മൾ മാങ്ങ വേവിച്ചെടുക്കും കേട്ടോ. ഇത് നമ്മൾ തേങ്ങ അരച്ചതും 1-ാം പാലും കൂടിയുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി മാറ്റി വെക്കണം. ഇത് നമുക്ക് കറി വെന്തതിന് ശേഷം ചേർക്കുള്ളൂ കേട്ടോ. നമ്മുടെ മാങ്ങ തൊലി പൊളിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തോട്ട് നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മാങ്ങ വേവാനായിട്ട് എന്തോരം വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അത്രയും തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ, 2-ാം പാല്. നമ്മുടെ ഇന്നത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മാമ്മ അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് മാങ്ങ വേവിച്ചെടുക്കണം കേട്ടോ. മാങ്ങയൊക്കെ പെട്ടെന്ന് വേവും, പഴുത്ത മാങ്ങയും കൂടിയല്ലേ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് അമ്മ ഇപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള അത്ര തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ പാക്കറ്റ് തൈരാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ചാൽ മതി. എന്നിട്ടൊന്ന് അടിച്ച് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ.
നമ്മുടെ മാങ്ങയുടെ ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും ജീരകം കൂടിയും ചേർന്ന് അരപ്പും 1/4 പാലും കൂടിയുള്ള മിക്സ്ഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറണം. നേരിട്ട് ഒന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. തൈരിൻ്റെ അളവ് പറഞ്ഞാൽ നമുക്ക് ഈ കറിക്ക് എന്തോരം പുളി നിങ്ങൾക്ക് വേണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തൈര് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പതഞ്ഞ് തിളച്ച് പൊങ്ങി വരുന്ന സമയം പോക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ആക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാങ്ങ അത്ര നല്ല മധുരമുള്ള മാങ്ങയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ഇതിലൂടെ ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മാങ്ങക്ക് അത്ര നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറിയിൽ നമ്മൾ ആ തൊലി മാത്രം പൊളിച്ച് കളയുള്ളൂ. മാങ്ങ അണ്ടിയും കൂടി ഒരുമിച്ചാട്ടോ ചേർക്കുന്നത്. നമ്മുടെ കറി ഇപ്പോൾ ഇതാവുന്ന തിളച്ച് ഇങ്ങനെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്, പത വന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ താളിക്കാനായിട്ട് അമ്മ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എന്തെങ്കിലും ചേർക്കണം. ചിലർ പിന്നെ നെയ്യിലും താളിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്തിനാണെന്ന് വെച്ച് താളിക്കാം കേട്ടോ. ഇതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത് കേട്ടോ. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ഉള്ളിയും മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിത്രയും കായപ്പൊടിയും ഉലുവപ്പൊടിയും അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ചേർക്കട്ടെ അമ്മ. ചേർത്ത് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മണമൊക്കെ കറിയുടെ ഉള്ളിൽ തന്നെ പിടിക്കട്ടെ. ഇനി നമുക്ക് ഊണയിക്കാറാകുമ്പോൾ ഇത് തുറക്കാം കേട്ടോ. മാമേ മാങ്ങക്കറി കഴിച്ചാ? എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടാ? ആ അപ്പോൾ ഇതാ നമ്മുടെ അമ്മാമ്മക്കൊക്കെ കറി ഇഷ്ടപ്പെട്ടിട്ടാ. സൂപ്പർ കറിയാന്ന് ആൾ പറയണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കുക കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയൊക്കെ ആയിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും സ്റ്റേ ഹെൽത്തി. അമ്മാമ്മ ഒരു ബൈ പറഞ്ഞേക്ക്. ടാറ്റാ.